കൊച്ചി പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്നുള്ള ഓയിൽ ചോർച്ച തടയാനുള്ള പരിശ്രമം തുടരുകയാണ്. ജൂലൈ 3-നകം ഓയിൽ പൂർണ്ണമായും നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കപ്പൽ അപകടം വഴിയുണ്ടായ നഷ്ടം ചോദിച്ച് കേസ് കൊടുക്കാത്ത സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷനും ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്ത് നിന്നും ചരക്കുമായി പുറപ്പെട്ട ലൈബീരിയൻ കപ്പൽ എൽസ 3 കൊച്ചി പുറംകടലിൽ മുങ്ങുകയും 50ലധികം കണ്ടെയ്നറുകൾ തീരത്തടിയുകയും ചെയ്തിരുന്നു. കേരള തീരത്തു നിന്നും 70 കിലോമീറ്റർ ദൂരെ മുങ്ങിയ കപ്പലിലെ ഇന്ധനച്ചോർച്ച തടയാനായി 12 മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘമാണ് പ്രവർത്തിക്കുന്നത്. ഇന്ധന ടാങ്കുകളുടെ വാൽവുകളും സുഷിരങ്ങളും തിരിച്ചറിഞ്ഞ് പൂട്ടുകയാണ് ആദ്യഘട്ടം. ശേഷമാകും ടാങ്കിലെ ഓയിൽ ഹോട്ട് ടാപ്പിംഗ് വഴി നീക്കം ചെയ്യുക. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ജൂലൈ 3-നകം ഓയിൽ പൂർണ്ണമായും നീക്കം ചെയ്യാനാകും. കപ്പലപകടം മത്സ്യത്തൊഴിലാളികൾക്കും പരിസ്ഥിതിക്കും വലിയ നഷ്ടമുണ്ടാക്കിയിട്ടും കേസെടുക്കാത്ത സർക്കാർ നടപടിയെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കുന്നു? കേരള തീരത്തുണ്ടായ 2 കപ്പലപകടങ്ങളിലും കേസെടുക്കണമെന്ന് കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും KLCA ആവശ്യപ്പെട്ടു. മീഡിയ 1 കൊച്ചി.